നമസ്കാരം. യുവസമൂഹം ഇന്ന് ഏത് പാതയിലാണ്? നാശത്തിന്റെ പാതയിലോ അതോ നന്മയുടേതോ? പലപ്പോഴും യുവാക്കൾക്ക് തങ്ങളിലെ വളരുന്ന പ്രതിഭയെ വളർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ലഭ്യമാകാറില്ല. ആ സാഹചര്യത്തിലാണ് പലപ്പോഴും നന്മയിൽ നിന്നും തിന്മയിലേക്കുള്ള സാഹചര്യത്തിലേക്ക് യുവസമൂഹം അകപ്പെട്ടു പോകാറുള്ളത്. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ 16 സഭയിലെയും യുവാക്കളെ യോജിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ചലച്ചിത്ര ആവിഷ്കാരമാണ് പ്രത്യാശ. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾ യുവതി യുവാക്കളിൽ വ്യത്യസ്ത സ്വഭാവ രൂപീകരണത്തിന് കാരണമായി തീരാറുണ്ട്. എന്നാൽ അവരുടെ കുറവുകളെ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരു പുതിയ തലമുറയെ നമുക്ക് നേടുവാൻ കഴിയും. പ്രത്യാശയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് യുവ ഹൃദയങ്ങളിലെ മാറ്റമാണ്, അവരിലെ നന്മയാണ്. പ്രത്യാശയിലെ പിന്നിലെ അധ്വാനം ഒരു കൂട്ടം ചെറുപ്പക്കാരുടേതാണ്. അവരുടെ കഠിനമായ അധ്വാനം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു. ഈ ചലച്ചിത്ര ആവിഷ്കാരം നിങ്ങൾക്കും വരും തലമുറയ്ക്കും പുത്തൻ ഉണർവും ആവേശവും ആത്മീക ചൈതന്യവും പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദക്ഷിണ കേരള മഹായിടവക തിരുവനന്തപുരം ഡിസ്ട്രിക്ട് യുവജന പ്രസ്ഥാനം അഭിമാന പുരസ്കാരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പ്രത്യാശ. സ്നേഹസ്വരൂപനായ പിതാവേ, അങ്ങ് ഞങ്ങൾക്കേകിയ സ്നേഹവാത്സല്യങ്ങൾക്ക് പകരമായി ഈ എളിയ സമ്മാനം സ്വീകരിച്ചാലും. മോളെ, പ്രാർത്ഥിച്ചത് മതി, വാ പോകാം. ടീച്ചർ, ഫാദറിന്റെ ആത്മാവ് സ്വർഗത്തിലിരുന്ന് എല്ലാം കാണുന്നുണ്ട് മോളെ. വാ, നമുക്ക് പോകാം. വരാം ടീച്ചർ. ഇവിടെ നിന്നപ്പോൾ എന്റെ മനസ്സിൽ പഴയ കാര്യങ്ങൾ, അച്ഛൻ എനിക്ക് നൽകിയ സ്നേഹാദരങ്ങൾ എല്ലാം ഞാൻ ഓർത്തു പോകുന്നു. മോളെ, അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങൾ അന്ന് തന്നെ പഠിച്ചു തീർക്കണം, എന്നാലേ വലിയ ആളാകാൻ പറ്റൂ. ശരി ഫാദർ, ഞാൻ പഠിച്ചോളാം. എന്താ മോളെ? ഫാദർ, ഈ ഫോട്ടോയിൽ കാണുന്നത് ആരൊക്കെയാണ്?
ഇവരോ മോളെ? ഇവരൊക്കെ മോളുടെ ചേട്ടന്മാരാണ് മോളെ. ഇവരെല്ലാരും മോളെ പോലെ തന്നെ ദൈവം എന്റെ അടുത്തെത്തിച്ച എന്റെ മക്കള് തന്നെയാണ്. അതെ മോളെ, ഇവര് ദൈവത്തിന്റെ മക്കള് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെയൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ലല്ലോ. ഇവരിപ്പോൾ എവിടെയാണ് ഫാദർ? ഇവരൊക്കെ ഫാദറിന്റെ അടുക്കൽ എങ്ങനെയാ എത്തിച്ചേർന്നത്? പറയാം മോളെ, എല്ലാം പറഞ്ഞു തരാം.